വാ ടീച്ചറെ. ടീച്ചർ ഇത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. ബ്ലോക്കായിരുന്നോ? ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ ഇരുന്നോ? കൊറേ നേരം വന്നിട്ട്. ഇതാരും ഇല്ലാത്തോണ്ടേ കുറച്ചു നേരം ആയില്ലേ, ഇവിടെ നിന്ന് മുഷിയണ്ടാന്ന് വെച്ചിട്ട് അപ്പുറത്തൊന്നും പോയി. നാത്തൂനുണ്ടായിരുന്നു. പിന്നെ കൊറേ എന്റെ പൊന്നു മോളെ ഒന്ന് കേറിപ്പോയല്ലോ എന്നായിപ്പോയി. ചെവി നില കേൾപ്പിച്ചിട്ടില്ല, എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഭയങ്കര വർത്തമാനം. എന്നാലും എന്താ, മനുഷ്യരെ കുറ്റം കേൾക്കണതിന് ഒരു പരിധിയില്ലേ? ഒക്കെ ഒരു ഇവിടെ പറയണ കാര്യങ്ങൾ അപ്പുറത്ത് പോയി പറയണ സ്വഭാവം എനിക്കില്ല. എന്നാലും കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ടുള്ളതല്ലേ, അതിൻ്റെ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ എത്ര ആയിരുന്നാലും. അതുകൊണ്ട് സഹിക്കാൻ വയ്യാത്ത ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല നാത്തൂൻ എന്ത് പറഞ്ഞു? ഓരോന്ന് ഇങ്ങനെ എന്തൊക്കെയാ വല്ലാത്ത വിഷമങ്ങളായിരുന്നു. കൊച്ചിനെ കുറിച്ച് എന്തേ പറയാനുണ്ടായിരുന്നു. എന്നെ പറ്റിയാ? മണിക്കൂർ. നാത്തൂൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹത്തിന്റെ കാര്യമൊന്നും അല്ല, ഇങ്ങനെ അടുത്ത് കിടക്കണമെന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ കുറച്ചൊക്കെ എല്ലായിടത്തും ഉള്ള കേട്ടോ, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഇത്രയും അടുത്തല്ലേ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ, എന്നിട്ട് എന്താ ഒരു നന്ദിയില്ല, സ്നേഹമില്ല, കുറ്റം പറഞ്ഞതിന്. എന്നെ പറ്റിയാ? നാത്തൂൻ അങ്ങനെയൊന്നും പറയത്തില്ല. ഇല്ല കേട്ടല്ലേ, ഞാൻ അല്ലേ പറയുവോ? കൊള്ളാം, എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ എത്ര ആയിരുന്നാലും എനിക്കൊരു സ്നേഹമുണ്ട് കേട്ടോ. എത്ര ആയിരുന്നാലും ഒരു കപ്പ് വെള്ളം ഞങ്ങളുടെ അടുത്ത് നിന്ന് സ്നേഹത്തോടെ വാങ്ങിച്ച് കുടിച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ, ഒരു രക്ഷയില്ല. ഒരുപാട് പറഞ്ഞു. ഇനി ഞാനില്ല, ഇവിടെ വന്ന ആളില്ലാച്ചാൽ ഞാനങ്ങ് തിരിച്ചു പോക്കാളാം, അതാ നല്ലത്. ഇത് കേട്ടിരിക്കാനുള്ള ത്രാണി എന്നെ കൊണ്ട് വയ്യേ. ടീച്ചറെ എന്താ നാത്തൂൻ പറഞ്ഞത്? സത്യം പറയാലോ, ആരടുത്തും പറയരുത്. ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. ആരടുത്തും പറയത്തില്ലെങ്കിൽ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പറഞ്ഞതൊന്നും പക്ഷെ ഒരു കാര്യമാണോ വശാലും പുറത്തു പോകരുത്. ഞാൻ ആരോട് പോയി പറയാം? തലേ തൊട്ട് സത്യം ചെയ്തേ പറയില്ലെന്ന്, അല്ലാതെ എനിക്ക് സമാധാനം ഇല്ലട്ടോ ഇവിടുന്ന് പോകാനായിട്ട്. ഞാൻ ആരോടും പറയത്തില്ല. ടീച്ചറിന്റെ നല്ല മനസ്സുകൊണ്ടല്ലേ ഇപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞത്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇതൊക്കെ അറിയുമായിരുന്നോ? ഞാൻ പിന്നെ പഴയ പോലെ തന്നെ ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കത്തില്ല. എന്റെ ബന്ധുക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും പോവാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ഇതൊക്കെ തന്നെയല്ലേ? പിന്നല്ലാണ്ട് അവരൊക്കെ എന്നെ പറ്റി മോശമായിട്ട് വിചാരിക്കത്തില്ലേ? ഇതുവരെ അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ഇതൊന്നും. നാത്തൂൻ ഇത് ആരുടെ സ്വഭാവം ഇങ്ങനെ ഇത് കിട്ടിയത്? ആർക്കറിയാൻ. ഈ ഏട്ടനും അമ്മയ്ക്ക് എന്ത് പാവാന്നറിയോ? വനത്തിൽ നിന്നും പറിച്ച വിഷക്കൂൺ കറി വെച്ച് കഴിച്ച് വീട്ടമ്മ മരിച്ചു. എന്തുമാത്രം വിഷം ഇവിടെ മാർക്കറ്റിൽ കിട്ടും. അതൊന്നും പോരാഞ്ഞിട്ട് വനത്തിനകത്ത് പോയി വിഷക്കൂണ് കൊണ്ടുവന്ന് അത് കറി വെച്ച് ഗ്യാസും ചിലവാക്കി അത് കഴിച്ച് മരിച്ചേക്കണം. ഓരോരുത്തർ കഷ്ട. രാവിലെ ചെറിയ മഴയുടെ ലക്ഷം ഉണ്ടല്ലോ. ഇത് എവിടെ രാവിലെ? നീ എവിടെ പോയിരുന്നു? കുറച്ച് ഇറച്ചിയും മലക്കറിയൊക്കെ മേടിക്കാൻ വേളിയാ. പത്രം ഇവിടെ സ്വസ്ഥമായിട്ട് കിടക്കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നീ ഇവിടെ ഇല്ലാന്ന്. ഇറച്ചി വാങ്ങിച്ച? ഓ, എന്താന്ന്? ഏത്? നല്ല പോത്ത്, കിടിലൻ പോത്ത്. റഷീദിൻ്റെതാണ്? ഇടാ ഇന്നലെ ഞാൻ കണ്ടൊരു പിഞ്ച് പോത്ത് കുട്ടിയെ കൊണ്ടുപോകണം. അത് തന്നെ. നീ എന്നാ പിന്നെ മാർക്കറ്റിൽ പോകണമെന്ന് അറിഞ്ഞെങ്കിൽ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ 1 കിലോ എനിക്കൂടെ മേടിച്ച് തരണ്ടായിരുന്ന. അതിനിപ്പോ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഇവിടെ വെച്ച് രണ്ടു കൂടെ കൂട്ടാമല്ലോ. അല്ല അതായത് അപ്പൊ അത് ഒരു കാര്യം ചെയ്. എങ്ങനെ വെക്കാൻ പോണ് ജവന്തി? എങ്ങനെയെങ്കിലും വെക്കും. റോസ്റ്റാണ്, കറിയാണ്, പോത്ത്? അളിയൻ എന്താ വേണ്ട അതുപോലെ വെച്ചു തരും. അളിയന് വേണ്ടത് വെച്ചു കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് കൂടി മേടിക്കേണ്ട കാര്യമില്ല, 1 കിലോ മേടിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. എന്റെ അമ്മോ, ലോട്ടറി അടിക്കണതിന് മുമ്പ് എന്തായിരുന്നു? ഇച്ചിരി കറിയുണ്ടാ ജമന്തി? എന്താ ഇന്ന് വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് വരുമായിരുന്നു. ഇപ്പൊ ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോ പഴയതൊക്കെ മറന്നതേ.
എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ജമന്തി ഒരുപാട്. എന്താ എന്താ ആ. എന്നെ കൊണ്ടും അധികം പറയിപ്പിക്കണ്ട. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഓ, നിന്റെ ഒരു സാരി എടുത്ത് നിനക്കത് ഉരുകി പോവോ? അല്ല, അങ്ങനെ ഉണ്ടോ? എത്ര സാരി ഇവിടുന്ന് എടുത്തിട്ട് പോയേക്കണം, വല്ലതും തിരിച്ചു തന്നിട്ടുണ്ടോ? അപ്പൊ അത് തന്നെ. അപ്പൊ ഞാൻ അറിഞ്ഞതും കേട്ടതൊക്കെ സത്യേടി. നീ ചിരിച്ചു കാണിക്കുമ്പോ നിന്റെ ഉള്ളിൽ മുഴുവൻ കള്ളത്തിലായിരുന്നില്ലടി. ആഹാ, അപ്പൊ ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണല്ലേ? നാത്തൂന് എന്തൊക്കെ അനാവശ്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞേക്കുന്നത്? ഞാൻ എപ്പോഴാണ് നാത്തൂന് തയ്ച്ചിട്ട് പൈസ തരാതിരുന്നിരിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു അങ്ങനെ? എനിക്ക് അങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പൈസ തന്നിട്ടില്ല എന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ അങ്ങനെ ആരോട് പറഞ്ഞു നടക്കുന്നത്? പൈസ തരാതിരിക്കുന്നത് എപ്പോഴാണ് നീ പൈസ തന്നിട്ടുള്ളത്? നീ പക്ഷെ പറയും എനിക്ക് ചെലവിന് തരുന്നത് ആരാടി? ഏട്ടൻ തന്നെയാ. ആണോ? അത് ഞാൻ പറഞ്ഞെങ്കിൽ കണക്കായി പോയി. ആണോ? നിന്റെ ഏട്ടനാണ് എനിക്ക് ചെലവ്. അവൻ ചെലവിന് തന്നിട്ടുണ്ടെങ്കിലേ അവൻ എന്റെ ആങ്ങളെ ആയതുകൊണ്ടാ. നീ പോയി കേസ് കൊടുക്കതിന്. അടങ്ങാൻ പറ്റില്ല. ഇവിടെ ആരാ എന്റെ കാര്യം പറയാനായിട്ട്? നീ ആരാ എന്റെ കാര്യം പറയാൻ വേണ്ടി? നാത്തൂനെ പറ്റി ഞാൻ ആരോടും ഒന്നും പറഞ്ഞതും കേട്ടതും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനും എല്ലാം അറിഞ്ഞു. ഞാൻ സത്യം ചെയ്തു. ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്നോട് ഇവിടെ ഞാൻ വലിച്ചു കീറിയായിട്ട് അവള് വലിയ ഒരാള് അവക്കെ അവള് ഭയങ്കര കഴിവുള്ള വീട്ടിലാന്ന്. അവള് ഭയങ്കര വലിയ കൊമ്പത്തെ വീട്ടില്. നീ വലിയ കൊമ്പത്തെ വീട്ടിലാണെങ്കിൽ ഈ വീട്ടിലോട്ടല്ലേ നീ വന്നത്? ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണം. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല. എന്നെ അന്തസ്സായിട്ട് ഇവിടെ ഞാൻ വീടുണ്ടായിട്ടും പോവാതെ ഇവിടെ വന്ന് കിടക്കാം. ഞാൻ അങ്ങോട്ട് പോകാൻ എന്നെ കെട്ടിക്കൊണ്ട് വന്നത് വീട്ടിൽ ഇതിനൊക്കെ വളം വെച്ച് ഒരു കാര്യം പറഞ്ഞേക്കാം. അവിടെ ഈ ഇറച്ചി കുറിച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. മാറൂടെ?